ഹായ് ഓൾ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വളരെ ഉപകാരമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തലയണകൾ വാഷിംഗ് മെഷീനിൽ ഇടരുത്. കാരണം തലയണകൾ പെട്ടെന്ന് നാശമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിത് വാഷിംഗ് മെഷീനിൽ ഇട്ട തലയണയാണ്. അപ്പോൾ അതിൻ്റെ സ്പോഞ്ചൊക്കെ അവിടെ അങ്ങനെ ഉണ്ട പോലെ പിടിച്ചു കേട്ടോ. ഞങ്ങൾ അറിയാതെ അങ്ങനെ ഇട്ട് പോയതാണ്. കുറേയൊക്കെ ഞങ്ങൾ വെയിലത്ത് വെച്ച് കുറച്ചൊക്കെ ശരിയായി, പക്ഷെ ഫുള്ളായി ശരിയായില്ല. അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോയി. അപ്പോൾ ആരും തലയണകൾ വാഷിംഗ് മെഷീനിൽ ഇടരുത്. കോയിനുകൾ അറിയാതെ വാഷിംഗ് മെഷീനിൽ കുടുങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ ഷർട്ടും പാൻറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇടുക. കോയിൻസ് ഒക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഡ്രെയിൻ സ്വിച്ച് തകരാർ ആവാനും വെള്ളം പോകാൻ പ്രയാസവുമാവും. ഇത് ഡാമേജ് ആവാൻ കാരണവുമാവും. ഇതുപോലെ കോയിൻസ് കുടുങ്ങിയാൽ ഇതുപോലെ കിടക്കും. അപ്പോൾ വെള്ളം പോകാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇനി ഷെൽ, മണികൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടരുത്. അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നാശമാവാനും പിന്നെ ഷെല്ലുകളൊക്കെ ഉതിർന്ന് വീഴും. എന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ ഫിൽറ്ററിൻ്റെ അകത്ത് തടഞ്ഞിരിക്കും. അപ്പോൾ വെള്ളം പോവാൻ തടസ്സമാവും. ഇതുപോലെയാണ് തടഞ്ഞിരിക്കുക. അതുപോലെ ഷെല്ലുകളൊക്കെ ഈ ഹോളിനുള്ളിൽ കുടുങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ വെള്ളം പോകാൻ വളരെ പ്രയാസമായിരിക്കും. പെട്ടെന്ന് വാഷിംഗ് മെഷീൻ നാശമാവാൻ ഇതൊക്കെ കാരണവുമാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ചില കറ പുരണ്ട ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടരുത്. അത് അപകടം വരാൻ ചാൻസ് ഉണ്ട്. മണ്ണെണ്ണ പുരണ്ട ഡ്രസ്സ്, പെട്രോൾ, പിന്നെ കുക്കിംഗ് ഓയിൽ ഇതൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അധിക പേർക്കും അറിയില്ല. പിന്നെ മറ്റു തുണികളിലും അതിൻ്റെ മണവും മെഴുക്കും പിടിക്കും. ഇതൊക്കെ ഒഴിവാക്കുക. ഞാൻ ആദ്യമൊക്കെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു കോട്ടൺ തുണിയിൽ അതിലുള്ള എണ്ണയൊക്കെ നന്നായി ഒപ്പിയെടുക്കാറുണ്ട്. ടവലിൽ നന്നായി എണ്ണ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അത് വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും ഇനി ചെയ്യരുത്. നമ്മൾ വാഷിംഗ് മെഷീൻ കറങ്ങുന്ന സമയത്ത് കൈ ഇടാതിരിക്കുക. കാരണം ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണ് കഷ്ടകാലം എന്നൊന്നും പറയാൻ പറ്റില്ല. ഓഫ് ആയതിനു ശേഷം സ്വിച്ച് ഓഫാക്കി ഡ്രസ്സ് അലക്കിയതിനു ശേഷം ഉണങ്ങുന്ന മെഷീനിലേക്ക് ഇടുക. ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഇതുപോലെ ഈ വെള്ളത്തിൽ നിന്ന് ഷോക്ക് അടിക്കുകയും അവർ തെറിച്ചു വീഴുകയും ചെയ്തു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. വാഷിംഗ് മെഷീനിൽ നിന്ന് ഷോക്ക് അടിച്ചാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യാവസ്ഥ അറിയില്ല. ഇനി കുഞ്ഞുങ്ങളുള്ള സമയത്ത് അവർ അതിൽ കൈയിടാനും സോപ്പും പതിയൊക്കെ കാണുമ്പോൾ അവർക്ക് അതൊക്കെ രസമായിരിക്കും. എൻ്റെ മോനൊക്കെ വട്ടല കമഴ്ത്തി അതിൻ്റെ മേൽ കയർ നിന്ന് എത്തി നോക്കും. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഡോർ എപ്പോഴും അടച്ചിടാൻ ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങളൊന്നും ആരും മറന്നു പോവരുത്. അപ്പോൾ ഡോർ അടച്ചിടാൻ ശ്രദ്ധിക്കുമല്ലോ. റെയിൻകോട്ടുകൾ, പേഴ്സ്, ഹാൻഡ് ബാഗ്, സിബൊക്കെയുള്ള ബാഗ് അങ്ങനെയുള്ളവയൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാതിരിക്കുക. പിന്നെ സിബൊക്കെയുള്ള ഡ്രസ്സുകൾ ഇവയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ സിബൊക്കെ നന്നായി ക്ലോസ് ചെയ്ത് വേണം ഇടാൻ. ഇല്ലെങ്കിൽ മറ്റു ഡ്രസ്സുകളും നാശമാവാൻ ചാൻസ് ഉണ്ട്. ലേസൊക്കെയുള്ള ഡ്രസ്സ്, അതുപോലെ നെറ്റൊക്കെയുള്ള ഡ്രസ്സ് അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടരുത്. പെട്ടെന്ന് നാശമാവും. പിന്നെ പേന, പെൻസിൽ അങ്ങനെയുള്ളവയൊന്നും പോക്കറ്റിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കുട്ടികളുടെ ടോയ്സ്, ബൊമ്മകൾ ഒന്നും ഇടാൻ പാടില്ല. അതിൻ്റെ കണ്ണുകൾ, മൂക്ക് ഒക്കെ നാശമാവും. വാഷിംഗ് മെഷീൻ കേടുവരാനും ചാൻസ് ഉണ്ട്. പിന്നെ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ, ബ്രാ ഒക്കെ മറ്റു തുണികളുടെ കൂടെ ഇടാതിരിക്കുക. അത് സെപ്പറേറ്റ് ആയി ഇടുക. ഷർട്ടുകളുടെ ഉൾഭാഗം ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബട്ടൺസ് നാശമാവുകയില്ല. പിന്നെ മസ്ത് പിന്ന്, ബോൾ പിന്ന്, സൂചി പിന്ന്, ഈർക്കിളി സ്ലേഡ് എന്നിവയൊക്കെ കുടുങ്ങിയാൽ വാഷിംഗ് മെഷീൻ വെള്ളം പോവാൻ തടസ്സമാവും. അതൊക്കെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. വാഷിംഗ് മെഷീനിൽ എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ ആദ്യം നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ആവും അത് ശരിയാക്കാൻ നോക്കുക. ബ്രദറോ ഹസ്ബൻഡോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ നോക്കും. അവർക്കൊക്കെ കുറച്ച് അറിയാമായിരിക്കും, എന്നാൽ മുഴുവനായിട്ട് അറിയുകയുമില്ല. അപ്പോൾ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക. എന്താ പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കസിൻ ബ്രദറിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടായ ഒരു സംഭവം പറയാം. അവിടുത്തെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാതായി. ആ വീട്ടിലെ കുട്ടി 7-8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു ടൈമിൽ അപ്പോൾ അവരുടെ ഹസ്ബൻഡ് തന്നെ ശരിയാക്കാൻ നോക്കിയതാ. എന്താ സംഭവിച്ചത് എന്ന് അറിയില്ല. ആ ഒരു ചെറുപ്പക്കാരനെ പെട്ടെന്ന് ഷോക്കേജ് തെറിച്ചു വീണു. തലയിടിച്ചു. രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല, മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം, ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ ഭാര്യയെ പാവം ഹെൽപ്പ് ചെയ്തതാ. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക.
നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന ആളെ തന്നെ വിളിക്കുക. നമ്മൾ സ്വയം നേരാക്കാൻ ശ്രമിക്കാതിരിക്കുക. എന്നാൽ നന്നായിട്ട് അറിയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. കുറച്ച് അറിയുമെങ്കിൽ അത് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.